ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു കുമ്പളങ്ങയാണ്. ഈ കുമ്പളങ്ങ വെച്ച് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു ഹൽവ ഉണ്ടാക്കിയാലോ എന്നൊരു ഐഡിയ തോന്നിയത്. അപ്പം ഞാൻ ആ കുമ്പളങ്ങ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് മുറിച്ച് നന്നായി തൊലിയൊക്കെ കളഞ്ഞ് ചെത്തി നന്നായി ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 500 ഗ്രാമോളം ഉണ്ടാവും ഇത്. ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന 3 സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കൂടുതലായിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല. പാല്, കുമ്പളങ്ങ ഉപയോഗിക്കുന്നുണ്ട്, പാൽ ഉപയോഗിക്കുന്നുണ്ട്, പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും ഇത് ടേസ്റ്റിനൊരു കുറവൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുകയും ചെയ്യും. ഹൽവ ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ട നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രമാണ്. എന്നിട്ട് ഞാൻ പാത്രം അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. നെയ്യ് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ആ ഏലക്കാപ്പൊടി നന്നായി നെയ്യിലൊന്ന് ചൂടായി ഏകദേശം ഒരു വറുത്തെടുത്തതുപോലെ ആവണം. ആ സമയത്താണ് നമ്മൾ അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ നേരത്തെ തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ല തീയിൽ തന്നെ വെച്ച് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റോളം സമയമെടുക്കും. അതിനുള്ളിൽ തന്നെ അത് നന്നായി അതിൻ്റെ പച്ചച്ചൊവയൊക്കെ മാറി നല്ലൊരു ടേസ്റ്റ് വരും. ആ സമയം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. കുമ്പളങ്ങ ഹൽവ ഉണ്ടാക്കുമ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല കട്ടിയുള്ള പാത്രം വേണമെന്ന് പറയുന്നത്. നല്ല തീയിൽ തന്നെ വെച്ച് ഇളക്കി കൊടുക്കാം. സാധാരണ എല്ലാവരും കുമ്പളങ്ങ ഹൽവ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കുങ്കുമപ്പൂവൊക്കെ ചേർത്ത് നല്ല കളറിലൊക്കെ വരാറുണ്ട്. നമ്മുടെ വേറെയുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഞാനിപ്പം കാണിച്ചു തരുന്നത്. ഇതിൽ ഞാൻ പഞ്ചസാരയാണ് ചേർക്കുന്നത് മധുരത്തിനായിട്ട്. ആ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കര ചേർത്തും ഈ കുമ്പളങ്ങ ഹൽവ ഉണ്ടാക്കാം. അപ്പം നല്ല കളറൊക്കെ മാറി കുറച്ചുകൂടി നല്ലൊരു ഭംഗിയുള്ള കളറിലേക്ക് മാറി വരും. ഇപ്പം കുമ്പളങ്ങയിൽ വെള്ളമൊക്കെ നന്നായി വറ്റി വരുന്നുണ്ട്. അതിൻ്റെ പച്ചമണവും രുചിയൊക്കെ മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട്. വെള്ളം നന്നായി വറ്റി വരുന്നത് വരെ ഇളക്കണം. അതിനുശേഷം മാത്രമേ പാല് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഒരു കപ്പ് പാലാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. കാച്ചാത്ത പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് കാച്ചിയ പാല് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് കഴിഞ്ഞ് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതെല്ലാം കൂടി കുമ്പളങ്ങയും പാലും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പാല് നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ഞാൻ പിന്നെയും ചേർത്ത് കൊടുത്തു. കുറവാണെന്ന് തോന്നുന്നു നമുക്ക് ഇനിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി വെന്ത് വരുന്നിടം വരെ നമുക്കിത് പാലിനകത്ത് വേകണമല്ലോ. ആ സമയം വരെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണമെങ്കിൽ. പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർത്ത് കൊടുത്തു. അതൊരു 10 മിനിറ്റ് ഇളക്കി നന്നായി പച്ചച്ചവ് മാറിയപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര, 1 കപ്പ് പാല് അത്രയും ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് വേറെ യാതൊന്നും നന്നായി ഇളക്കി കൊടുക്കണം. കളർ കിട്ടണമെന്ന് ആവശ്യമുള്ള കുങ്കുമപ്പൂവൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഇതിനുള്ള ഫുഡ് കളർ ചേർത്ത് കൊടുത്താലും മതി. ഇത് നന്നായി ഇളകി ഇത് നന്നായി ഹൽവയുടെ പാകത്തിന് കുറുകി വരണം. അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഒരു 10 മിനിറ്റ് സമയം കൂടി ഏകദേശം വേണ്ടി വരും ഇത് റെഡിയായി കിട്ടാനായിട്ട്. കുറുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് കൂടി ഇളക്കിയാൽ മതിയാവും. ഒരു 10 മിനിറ്റ് സമയമായപ്പം ഒരു നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് അതിൻ്റെ മധുരമൊക്കെ ചേർത്ത് ആവശ്യത്തിന് ഇനി വേണമെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം നമുക്ക്.
ഇപ്പോൾ കണ്ടില്ല, നന്നായി പാലൊക്കെ നന്നായി വറ്റി അത് പാത്രത്തിൽ നിന്ന് നന്നായി വിട്ടു വരുന്നൊരു രീതിയിലായിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊരു നെയ്യ് പുരട്ടിയ സാധാരണ സ്റ്റീൽ പാത്രമാണ്, അതിലേക്കാണ് ഞാൻ മാറ്റിയിട്ടുള്ളത്. ബദാം വെച്ച് അലങ്കരിക്കാം, നമുക്കിഷ്ടമുള്ള എന്ത് വെച്ച് ഇത് അലങ്കരിച്ച്, ബദാമിന് പകരം അണ്ടിപ്പരിപ്പോ മുന്തിരിയോ എന്ത് വേണമെങ്കിലും വെച്ച് അലങ്കരിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു ഹൽവയാണിത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയത്, അതുകൊണ്ട് പ്രത്യേകിച്ച് അതിൽ മായോ അങ്ങനെയൊന്നും ചേർന്നിട്ടില്ല, അതുകൊണ്ട് അവർക്ക് ധൈര്യപൂർവ്വം കൊടുക്കാനും പറ്റും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.